ഉയർന്ന സാമ്പത്തിക ശേഷിയുണ്ടെങ്കിലും ദുരന്തങ്ങൾ വിടാതെ പിന്തുടർന്നതാണ് കോട്ടയം തിരുവാതുക്കലിലെ ദമ്പതികളുടെ ജീവിതം. കൗമാരപ്രായത്തിൽ തന്നെ ഏകമകൻ ലഹരിക്കടിമയായി. മകനെ പ്രതീക്ഷയോടെ വളർത്തിയ ആ അച്ഛനും അമ്മയും പിന്നെ കേട്ടത് അവൻ്റെ മരണവാർത്തയാണ്. 2017 ജൂൺ 2-നാണ് കോട്ടയം കാരിത്താസ് ആശുപത്രിക്ക് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിൽ മകൻ ഗൗതമിൻ്റെ മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിൽ കണ്ടെത്തിയത്. പോലീസ് ആത്മഹത്യയെന്ന് വിധിയെഴുതിയ കേസിൽ സത്യം തേടി വിജയകുമാറും ഭാര്യയും നിയമ പോരാട്ടം തുടർന്നു. ഒടുവിൽ 7 വർഷത്തിന് ശേഷം CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഗൗതമിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ഏറ്റെടുത്ത് 1 മാസമാകുമ്പോഴാണ് മാതാപിതാക്കളുടെ കൊലപാതകം. ഈ 2 കേസുകളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലീസും CBIയും അന്വേഷിക്കുന്നുണ്ട്. മകൻ ഗൗതമിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്താൻ നിയമപോരാട്ടം തുടരുന്നതിനിടെയാണ് കോട്ടയത്തെ വ്യവസായി വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും കൊലപാതകം. 7 വർഷം മുൻപ് 2017 ജൂൺ 2-ന് സുഹൃത്തിനെ കാണാൻ കാറിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു ഗൗതം. ഏറെ വൈകിട്ടും വിവരമൊന്നുമില്ലാതായതോടെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും പിന്നീട് അറിഞ്ഞത് ഗൗതമിന്റെ മരണവാർത്ത. കോട്ടയം കാരിത്താസ് ആശുപത്രിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ ട്രാക്കിൽ നിന്ന് 200 മീറ്റർ മാറി പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൽ കണ്ടെത്തിയ രക്തക്കറയാണ് കൊലപാതകമെന്ന സംശയത്തിലേക്ക് നയിച്ചത്. കേരള പോലീസിന്റെ കണ്ടെത്തലേ അത് സ്വയം ഉണ്ടാക്കിയ പരിക്കാണെന്നാണ്. ഇപ്പോൾ കോടതി കണ്ടെത്തി സ്വയം ഒന്നിൽ കൂടുതൽ പരിക്കുണ്ടാക്കാൻ പറ്റില്ല കഴുത്തിന്. അപ്പോൾ അതൊരിക്കലും ആത്മഹത്യയല്ല. ആ ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന ശരിയായ കണ്ടെത്തലാണ് ഹൈക്കോടതി CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ആ CBI അന്വേഷണത്തിന് വേണ്ടി 5 കൊല്ലം നിയമ പോരാട്ടം നടത്തിയ ഒരാളാണ് വിജയകുമാറും അദ്ദേഹത്തിന്റെ പത്നിയും. ഗൗതം ആത്മഹത്യ ചെയ്തെന്നായിരുന്നു കേസ് അന്വേഷിച്ച പോലീസിന്റെ കണ്ടെത്തൽ. അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച കുടുംബം കൊലപാതകത്തിൽ ദുരൂഹത ആരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച കോടതി കേസ് അന്വേഷണം കഴിഞ്ഞ മാർച്ചിൽ CBIക്ക് വിടുകയായിരുന്നു. മുൻ DGP T അസഫ് അലിയായിരുന്നു കേസിൽ ഹാജരായിരുന്നത്. മകന്റെ മരണത്തിൽ CBI FIR ഇട്ട് 1 മാസം പിന്നിടുമ്പോഴാണ് മാതാപിതാക്കളുടെയും കൊലപാതകം. ന്യൂസ് 18 കോട്ടയം.